നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വെല്ലുവിളികൾ, ക്രൈസിസ്, ഒബ്സ്റ്റക്കിൾസ്, ഇതിനെയൊക്കെ വിശ്വാസത്തിലൂടെ, അതായത് ഗോഡ്സ് ഫെയ്ത്തിലൂടെ നമുക്ക് എങ്ങനെ നേരിടാം, എങ്ങനെ തരണം ചെയ്യാം, ബൈബിൾ അടിസ്ഥാനമാക്കി നമുക്ക് അല്പസമയം ചിന്തിക്കാം. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ എന്തായാലും പ്രതിസന്ധികൾ വരും, യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എബി കൈലിയാസ് ആണ്, ഇൻസ്പോ ഗോസ്പലിൽ നിന്നും. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പലതിനെയും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ട്. പല സക്സസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നിരാശയും അസ്വസ്ഥതകളും അകറ്റുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മൾക്കുണ്ടാകുന്ന നിരാശകള്, അസ്വസ്ഥതകള് ഒക്കെ അകറ്റി നിർത്തിയിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് നിരാശയും ഈ പറയുന്ന വിഷമങ്ങളും ദേഷ്യവും ഒക്കെ സംഭവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ കൃതജ്ഞത, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് അതുവരെ ലഭിച്ചിട്ടുള്ള, ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിക്ക് മുൻപുണ്ടായിരുന്ന നല്ല കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള നല്ലതിനെ, നന്മകളെ ഓർത്ത് കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ സമ്മർദ്ദങ്ങൾ എന്തായാലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് വെള്ളപ്പൊക്കം അടക്കം, കൊറോണ അടക്കം എന്ന് തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധികളടക്കം ജീവിതത്തിൽ പ്രതിസന്ധികളോട് പ്രതിസന്ധികളാണ്. ഈ സമയങ്ങളിലൊക്കെ തന്നെ സമ്മർദ്ദങ്ങളെ ശാന്തതയോടെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അതിനു വേണ്ടത് വിശ്വാസമാണ്. നമുക്ക് ഈ ഒരു സാഹചര്യത്തെ പൊരുതി നേടാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ദൃഢവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന് നമുക്ക് ദൈവികമായിട്ടുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് നമ്മളെ ചുറ്റുമുള്ളവരെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ പൊരുതി നേടി വന്നിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. സത്യം അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. എന്താണ് സത്യം? ഇപ്പോൾ പ്രതിസന്ധിയാണ്, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്. അതിനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതൊന്നുമല്ല എന്റെ ലോകം, ഇതൊന്നുമല്ല ഞാൻ ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നിലവിലുള്ള സത്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് തീരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളിൽ കയറിയിരിക്കാതെ ഒരുമിച്ച് പൊരുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളുടെ അതേ അവസ്ഥയിലായിരിക്കുന്നവരോടൊപ്പം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളോടൊപ്പം നമുക്ക് ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്കറിയാം, വയനാട് ഇപ്പോൾ അടുത്ത് മുൻപ് ഉരുൾപൊട്ടലുണ്ടായ സമയങ്ങളിൽ ഒക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ഒഴുകിയെത്തിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പുതിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നശിപ്പിച്ചേ പറ്റൂ. എന്ത് കാര്യമാണ് നശിപ്പിക്കേണ്ടത്? നമ്മളിലുള്ള ദേഷ്യം, വിദ്വേഷം, വൈരാഗ്യം, അസൂയ, ഈഗോ, നിരാശ എന്ന് തുടങ്ങി നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള സകല നെഗറ്റീവ് ചിന്തകളെ, നെഗറ്റീവ് വിചാരങ്ങളെ, നെഗറ്റീവ് സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ വെല്ലുവിളികൾ വരും, യാതൊരു സംശയവുമില്ല. നമുക്ക് അങ്ങനെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബൈബിൾ അടിസ്ഥാനമാക്കി സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും, സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം ദൈവിക വിശ്വാസത്തിലൂടെ, വിശ്വാസം എത്രത്തോളം റോള് വഹിക്കുന്നു നമ്മളെ ചലഞ്ചസിൽ നിന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ. എബ്രായർ 11:1 എല്ലാവർക്കും സുപരിചിതമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. Now faith is the assurance of things hoped for, the conviction of things not seen. നമ്മൾ കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. നമുക്ക് വിശ്വാസമുണ്ട്, ബിലീവ് ഉണ്ട്, ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്താഗതി പോരാ. അടിയുറച്ച ദൃഢമായിട്ടുള്ള വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോൾ, മുഴുവനായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഫെയ്ത്തിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചുകൾ സംഭവിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യേണ്ട രീതി നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ പുതിയ സ്കില്ലുകൾ നേടിയെടുക്കുന്നതാവാം. എന്തായി കഴിഞ്ഞാലും നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ നമ്മൾ
നമ്മളോടൊപ്പം ഉണ്ടാകും. പക്ഷെ പകുതി നമ്മൾ ചെയ്യണം, ബാക്കി പകുതി ദൈവം നമുക്ക് തരും. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അതിനുള്ള ഒരു കരുതലും സഹായവും ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് നമുക്ക് എന്താണ് ആവശ്യം? പ്രതീക്ഷയാണ് ആവശ്യം. പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, റോമൻസ് 8:28. ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും എല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർത്ത് പുതിയൊരു കാലഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ വരണം. പ്രതിസന്ധികൾ ഇല്ല എങ്കിൽ, താഴ്ചയില്ല എങ്കിൽ അവിടെ ഉയർച്ച ഉണ്ടാവില്ല. നമ്മൾ എന്നും ഒരേ ലെവലിൽ പോയി കഴിഞ്ഞാൽ, സ്ട്രഗിൾസ് ഇല്ല എങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങളെ കണ്ടെത്താനോ പുതിയ മേഖലകളിലേക്ക് ചിന്തിക്കാനോ പുതിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനോ നമുക്ക് അഭിവൃദ്ധി നേടാനോ സാധിക്കില്ല എന്നുള്ളതാണ്. വിശ്വാസം നമുക്ക് എന്ത് തരുന്നു? പ്രത്യാശ നൽകുന്നു. പ്രത്യാശയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിലൂടെ നമുക്ക് പ്രത്യാശയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി അടുത്തത്, വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ ആയിട്ടുള്ള സ്ട്രെങ്ത്, ദൃഢമായിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് നൽകുന്നു. എന്താണ് കരുത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കരുത്ത് എവിടെ നിന്നാണ് കിട്ടുക? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. പൗലോസ്ലീഹ പറഞ്ഞതാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ ആരാണ്? ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? പ്രാർത്ഥന വേണം. നല്ലൊരു റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് ആവശ്യമാണ്. ഇന്നർ സ്ട്രെങ്ത്, കരുത്ത്, നമ്മുടെ മനക്കരുത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ തന്നെ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, സ്ഥിരോത്സാഹം ഉണ്ടാകണം എല്ലാ കാര്യത്തിലും. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അതിലൂടെ മാത്രമേ നമുക്ക് പക്വത വരികയുള്ളൂ. നമുക്ക് പക്വത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കംഫർട്ട് സോൺ ആണെങ്കിൽ നമ്മളിലേക്ക് പക്വത വരില്ല, മെച്യൂരിറ്റി ഉണ്ടാവില്ല. മെച്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രഗിൾസ് ഒക്കെ സ്വാഭാവികമായിട്ടും വരും. ആ സ്ട്രഗിൾസിനെ ആ ചലഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം? വെല്ലുവിളിയെ സ്വീകരിച്ചിട്ട് അത് നമ്മുടെ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണം. എവറി ഡിസാസ്റ്റർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ ദുരന്തങ്ങളും നമുക്ക് വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. പൗലോസ്ലീഹ വീണ്ടും ഫിലിപ്പീൻസിന്റെ ലേഖനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സമാധാനം ലഭിക്കണമെങ്കിൽ, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണല്ലോ സമാധാനം. സമാധാനം ലഭിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത്, പുതിയ ലോക ഭാഷാന്തര ബൈബിളിലായി കഴിഞ്ഞാൽ, സാധാരണ സത്യവേദ പുസ്തകത്തിലായി കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അതിൽ സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ് പറയുന്നത്. അതേസരം ഇതേ വാക്ക് തന്നെ പുതിയ ലോകഭാഷാന്തരം വേദപുസ്തകത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു, വിവർത്തനത്തിൽ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട കാര്യം എന്തായാലും പ്രാർത്ഥനയിലൂടെയും ഉള്ളൊരുകിയുള്ള യാചനയിലൂടെയും നിങ്ങളുടെ അപേക്ഷകൾ നന്ദി വാക്കുകളോടെ ദൈവത്തെ അറിയിക്കുക. കൃതജ്ഞത വേണമെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തു യേശു മുഖാന്തരം കാക്കും എന്ന് അതിലൂടെ പറയുന്നു. സിമ്പിളാണ്. ദൈവസമാധാനം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കാക്കണമെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം വരണമെങ്കിൽ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ഇത്. ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന ആവശ്യമാണ്, ഉള്ളൊരുകിയുള്ള യാചന ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥനയാലും ഉപവാസത്തോടും നന്ദിയോടും കൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ സമാധാനം ഉണ്ടാവും. നമുക്ക് ദൈവസമാധാനത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തെ മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിലൂടെ സമാധാനം നമ്മളിലേക്ക് കടന്നു വരുമെന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു കമ്മ്യൂണിറ്റി സപ്പോർട്ടിനെ കുറിച്ചിട്ട്. അത് വിശ്വാസത്തിലൂടെയാണ് കടന്നു വരേണ്ടത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ
തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ ഇവിടെയും പല സംഭവങ്ങളും ഉണ്ടാകും. പല ആളുകളും നമ്മളിലേക്ക് കടന്നു വരും. അവിടെ മെച്ചമുണ്ട്, ഇവിടെ മെച്ചമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ, വിഷമതകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടമാണ് പല സ്ഥലങ്ങളിലേക്ക്. നമ്മളോട് എവിടെയും പോകണ്ട എന്നാണ് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത്, നമ്മൾ ഏത് സഭയിലാണോ ആയിരിക്കുന്നത്, ആ സഭയെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്നാണ് പറയുന്നത്. സ്നേഹത്തിലും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുവാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പരസ്പരം കരുതണം, പരസ്പരം സ്നേഹത്തോട് കൂടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളും പ്രയാസഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയ സമയങ്ങളിലും നമുക്ക് ഒരുപാട് സഹായങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വന്നിട്ടുണ്ട്. വിത്ത് ഫെയ്ത്ത് ആസ് അവർ വെപ്പൺ വി ക്യാൻ ഫേസ് എനി ചാലഞ്ച് ഹെഡ് ഓൺ, നോയിങ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് us every step of the way. വിശ്വാസം നമ്മുടെ ആയുധമാക്കി ഓരോ ചുവടിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഏത് വെല്ലുവിളിയെയും നേരിടാൻ വേണ്ടിയിട്ട്, നേർക്ക് നേരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവ സമാധാനത്തിലേക്ക്, ദൈവ വിശ്വാസത്തിലൂടെ കടന്നു വരാൻ വേണ്ടിയിട്ട്, ദൈവിക വിശ്വാസത്തിലൂടെ നമ്മൾ അവിടെ ഇവിടെയും ഓടാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദൈവത്തെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൽ നിന്നും ദൈവത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് സാധ്യമാകട്ടെ. ദൈവിക സമാധാനം നമ്മളോടൊപ്പം എല്ലാവരോടും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ എബി കൈ.